ഇന്ന് ബാംഗ്ലൂർ ഐലാൻഡ് പറയാൻ പോകുന്നത് പുതിയ പുതിയ കഥകളാണ്. അപ്പം എങ്ങനെയാ, നമുക്ക് ഡേ 2 തുടങ്ങിയാലോ? അങ്ങനെ ഫിഷ് ഫീഡിങ്ങിനുള്ള ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഐലാൻഡ് ഹോപ്പിങ്ങിൽ പോവാം. ഇനി ബോട്ടിലിരുന്നിട്ടാണ് നമ്മൾ കടൽ ചുറ്റാൻ പോകുന്നത്. ആവേശത്തിന് ഓടിച്ചാടി ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ പോയിരുന്നു. ഒരു സൈഡിൽ വീറ്റ് അങ്ങോട്ട് കൂടി, അപ്പോൾ ഒരാളപ്പുറത്തേക്ക് ചാടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രൈവറ്റ് ഐലാൻഡ്. ഇവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 1500 റിംഗറ്റാണ്. നമ്മുടെ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 30,000 രൂപ വരും ഒരു നൈറ്റ് നമുക്ക് സ്റ്റേ ചെയ്യാനായിട്ട്. ആ കുന്നിന്റെ മേലെ നമുക്ക് കുറച്ച് വീടുകൾ കാണാം. അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. 2700 റിംഗറ്റാണ് 5 പേർക്ക് താമസിക്കാനായിട്ട്. ഈ കാണുന്ന ഈ ഒരു ഭാഗത്തെ ടർട്ടിൽ ബേ എന്നാണ് പറയുന്നത്. ഇവിടെ ജൂലൈ മാസം ആകുമ്പോൾ കുറേ കടലാമകൾ വന്ന് മുട്ടയിടാൻ വേണ്ടിയിട്ട് വരും. പണ്ട് കാലത്ത് ആൾക്കാർ ഇത് ശേഖരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കടലാമകൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു ഇനമാന്ന് അറിഞ്ഞതോടെ ഇതെന്ത് ചെയ്തു, ഈ മുട്ടകൾ ഇവര് സൂക്ഷിച്ച് വിരിയിച്ച് കടലിലേക്ക് വിടായിരുന്നു. ടർട്ടിൽ ബേ ആന്ന് പ്രകൃതി തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ആ പാറക്കല്ല് നോക്കിയേ, ആമേര ഷേപ്പിലാണ് ആ പാറക്കല്ലുള്ളത്. ഇതാണ് മേന്താഗോർ ഐലാൻഡ്. ഈ കടലിന്റെ താഴെ നോക്കിയാൽ കാണാം കുറേ കോറൽസും സീ കുക്കുംബർ ഉണ്ട്. ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് സീ കുക്കുംബർ ആണ്. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് മങ്കി ബേ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെയാണ് കുറേ മങ്കികളുള്ളത്. ഇവിടെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. കുരങ്ങന്മാര് വന്നിട്ട് നമ്മുടെ ബാഗിലത്തെ ഫുഡ്, ബാഗ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മടിച്ചു കൊണ്ടുപോകും. അത് കാരണം കൊണ്ട് ഇവിടെ ഇറങ്ങിയില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ ഒരാൾ അവിടെ മീൻ പിടിക്കുന്നത് കണ്ടു. സാധാരണയായിട്ട് ബോട്ടിലോ അല്ലോ ട്രക്കിലോ വരാൻ പറ്റും, എന്നിട്ട് നടന്ന് വരാനാണ് പറ്റുക. ഓരോ മീൻ പിടിക്കുന്ന ആൾക്കാരുടെ പ്രാന്തേ. ഈ കാണുന്ന സ്ഥലത്താണ് 90% മലയ പീപ്പിൾ ഉള്ളത്. നമുക്ക് ഒതന്റിക് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് വരണം. ഇതാണ് കോറൽ ഐലാൻഡ്. ചൈനീസ് ന്യൂ ഇയറിന്റെ സമയത്ത് ലോ ടൈഡ് വന്നിട്ട് നമുക്ക് ഈ കോറൽ ഐലാൻഡിൽ നിന്ന് കോറൽ ബീച്ചിലേക്ക് നടന്നു പോകാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതിന്റെ ഫോട്ടോസ് ഞാൻ എടുത്തിട്ട് ഇവിടെ ആഡ് ചെയ്യാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഫിഷ് ഫീഡിങ്. എന്തെങ്കിലും ഒരു ചെറിയ കഷ്ണം ഇടുമ്പോഴേക്കും കുറേ മീനുകൾ ഇങ്ങനെ ഓടി വരില്ലേ, അത് കാണാൻ നല്ല രസമാണ്. മീനെ ഞാനൊന്ന് തൊടാൻ നോക്കി, അപ്പോൾ പറഞ്ഞു തൊടണ്ട, അതിൻ്റെ മേലെ നിറച്ച് മുള്ളുകളുണ്ട്, അത് നമ്മുടെ കൈമ കുത്തി കയറും. പിന്നെ ബോട്ടിൻ്റെ നടുവിലിരുന്ന് 2 സൈഡിലേക്ക് ഞങ്ങളുടെ എറിഞ്ഞ് വീശി കൊടുക്കായിരുന്നു. പിന്നെ ഞങ്ങളുടെ ബോട്ട് കോറൽ ഐലാൻഡിൽ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് ബോട്ട് പോയി. കുറച്ചു നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. മെയിനായിട്ട് ഈ ഐലാൻഡിൽ പറയാനുള്ളത് അതിൻ്റെ വാട്ടറാണ്. അത്രയും ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. പണ്ട് ഇവിടെ മത്സ്യത്തൊഴിലാളികൾ വിശ്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു. പക്ഷെ ഇതിന് ചുറ്റും കുറേ കോറൽ റീഫ്സ് ഉണ്ട്. അങ്ങനെയാണ് എല്ലാവരും അറിയപ്പെടുന്ന ഒരു സ്ഥലമായിട്ട് മാറിയത്. കോറൽ ഐലൻഡ് ഇങ്ങനെ കോർണത് അല്ലേ, ഫോണമ്മ ഇവിടുത്തെ വെള്ളം നല്ല ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് മീനുകളൊക്കെ കാണാൻ പറ്റിയിരുന്നു കേട്ടോ. ഞണ്ട്, സീ കുക്കുംബർ ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇതിനെ കുറേ ഉന്തി തള്ളി കടലിലേക്ക് വിടാൻ ഞങ്ങൾ കുറേ പരിശ്രമിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു അത് ചത്തുപോയതാണോ എന്നൊരു ഡൗട്ടായി. ഞാൻ ഇതിൽ കയറിയിട്ട് ബീച്ച് മൊത്തം ചുറ്റിക്കാന്ന് പറഞ്ഞതാ. വീടാതിരുന്നത് എന്തോ ഒരു ഭാഗ്യം. ഓടിക്കാനാണെങ്കിൽ ഒട്ടും പറ്റണില്ല, എങ്ങനെയൊക്കെയോ ഓടിച്ചു. ഇതങ്ങനെ മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ നമ്മൾ 500 റിംഗറ്റ് കൊടുക്കണം. ഞങ്ങളാണെങ്കിൽ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒന്ന് ഫ്ലോപ്പായി വീഴുന്ന പോലെയൊക്കെ ആയി. അപ്പോഴേക്കും ഞങ്ങൾ റെഡ് ഫ്ലാഗ് കാണിച്ചിട്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയൊക്കെയോ കരയിൽ കയറി. ഞങ്ങളുടെ റൂമിന്റെ തൊട്ട് മുന്നിലായിട്ട് പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയത് കണ്ടപ്പോൾ എനിക്കെന്തോ ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. ഇപ്പം ഞാൻ എടുത്തതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, ബൈ, സീ യു.